പാകിസ്ഥാൻ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി കാണും. കാരണം ഇത് പഴയ ഇന്ത്യ അല്ല, പുതിയ ഇന്ത്യയാണെന്ന്. ഓരോ ദിവസവും ഓരോ മണിക്കൂർ വെച്ചിട്ട് തീവ്രവാദികളെ അജ്ഞാതർ യമലോകത്തേക്ക് അയക്കുകയാണ്. അതായത് ഇന്ത്യ തേടുന്ന കൊടും ഭീകരനും ലഷ്കർ-ഇ-തോയ്ബ സ്ഥാപകനുമായ ഹഫീസ് സെയ്ദിന്റെ അടുത്ത അനുയായി ഷെയ്ഖ് യൂസഫ് അഫ്രീദി പാകിസ്ഥാനിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. പാകിസ്ഥാനിലെ ഖൈബർ പക്ത്വ പ്രവിശ്യയിൽ വെച്ച് അജ്ഞാതരായ വ്യക്തികൾ ഇയാൾക്ക് നേരെ വെടി വയ്ക്കുകയായിരുന്നു. പാകിസ്ഥാനിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭീകരർക്കും അവരുടെ സഹായികൾക്കും നേരെ തുടർച്ചയായി നടക്കുന്ന നിഗൂഢ കൊലപാതകങ്ങളുടെ പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണിത്. ഖൈബർ പക്ത്വ പ്രവിശ്യയിൽ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ഷെയ്ഖ് യൂസഫ് അഫ്രീദിക്ക് നേരെ ആക്രമണം ഉണ്ടായതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബൈക്കിലെത്തിയ അജ്ഞാത സംഘം ഇയാൾക്ക് നേരെ തുരുതുര വെടിവെക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അഫ്രീദിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആക്രമണത്തിന് ശേഷം പ്രതികൾ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. സംഭവത്തിൽ പാക് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ആരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഹാഫിസ് സെയ്ദുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു യൂസഫ് അഫ്രീദി. അപ്പോൾ ഇനി അടുത്ത ഏര എന്ന് പറയുന്നത് ഹാഫിസ് സെയ്ദ് ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഹാഫിസ് സെയ്ദിന്റെ വലം കൈയായ യൂസഫ് അഫ്രീദിയെ അജ്ഞാതർ വെടിവെച്ചു കൊന്നുവെങ്കിൽ ഇനി അധികം താമസിയാതെ ഹഫീസ് സെയ്ദിന്റെ അടുത്തേക്ക് എത്തുമെന്ന കാര്യത്തിലും സംശയമില്ല. ലഷ്കർ-ഇ-തോയ്ബയുടെയും ജമാഅത്ത് ഉദ്വയുടെയും പ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിച്ചിരുന്ന വ്യക്തിയാണ്. ഹഫീസ് സെയ്ദിന്റെ വിശ്വസ്തനായ ഇയാൾ സംഘടനയുടെ സാമ്പത്തിക ഇടപാടുകളിലും മറ്റ് പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. ഇന്ത്യക്കെതിരെയുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് ഇയാൾ സഹായം നൽകിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പാകിസ്ഥാനിൽ ഇന്ത്യ വിരുദ്ധ ഭീകരർക്കും വിഘടനവാദികൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഹഫീസ് സെയ്ദിന്റെ മറ്റു പല സഹായികളും സമാനമായ രീതിയിൽ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ലഷ്കർ കമാൻഡറായ അക്രം ഗാസി, ഹാഫിസ് ലത്തീഫ്, ഖവാജ ഷാഹിദ് എന്നിവർ ഇതിനു മുമ്പ് പാകിസ്ഥാന്റെ മണ്ണിൽ വെച്ച് കൊല്ലപ്പെട്ട പ്രമുഖരാണ്. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇന്ത്യ ആണെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ടെങ്കിലും പാക് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇതുവരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. ഹഫീസ് സെയ്ദിന്റെ സഹായിയുടെ കൊലപാതകം പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്കിടയിൽ വലിയ രീതിയിൽ ഒരു പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. തങ്ങളുടെ താവളങ്ങളിൽ പോലും ഭീകരർക്ക് സുരക്ഷയില്ല എന്നതാണ് പുതിയ സംഭവങ്ങൾ വ്യക്തമാകുന്നത്. ഷെയ്ഖ് യൂസഫ് അഫ്രീദിയുടെ വധത്തോടെ ലഷ്കർ-ഇ-തോയ്ബയുടെ നെറ്റ്വർക്കിന് വലിയ തിരിച്ചടിയാണ് ലഭിച്ചിട്ടുള്ളത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുവരികയാണെന്നും മേഖലയിൽ സുരക്ഷ ശക്തമാക്കിയതായും പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പാകിസ്ഥാനിൽ ഭീകരർ ഇതോടുകൂടി വലിയ രീതിയിൽ പരിഭ്രാന്തരോടെ ഇരിക്കുകയാണ്. കാരണം ഏതു സമയത്തും അവരുടെ മടയിലേക്ക് കയറി വന്ന് അജ്ഞാതർ അവരെ കൊല്ലും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ ഇവരുടെ ജീവൻ ബുള്ളറ്റുകൾ കൊണ്ട് അഭിഷേകം ചെയ്ത് കടത്താൻ പോവുകയാണ് എന്നൊരു ഭയത്താൽ ഇവർ ഓരോ ദിവസവും തള്ളി നീക്കുകയാണ്. കഴിഞ്ഞ